ആരാണ് ഇലുമിനാറ്റികൾ എന്നറിയാമോ? ഇലുമിനാറ്റികളുടെ ഉത്ഭവത്തിന് അടിസ്ഥാനമായ ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. ഭൂമിയിൽ ജീവനുണ്ടാകുന്നതിനു മുൻപ് ഭൂമിയിൽ നിന്നും വളരെ അകലെ നൈബിറു എന്ന ഗ്രഹത്തിൽ ജീവിച്ചിരുന്ന വിഭാഗമായിരുന്നു അനുനാക്തികൾ. ഇവരുടെ നേതാവായിരുന്നു യഹോവ. അനുനാക്തികളെ ദൈവപുത്രന്മാരായും ദൈവദാസന്മാരായും കണക്കാക്കപ്പെടുന്നു. കഴിവുള്ളവരും ശക്തരും ബുദ്ധിയുള്ളവരുമായ വിഭാഗമായിരുന്നു അനുനാക്തികൾ. അവർക്ക് മരണമില്ലായിരുന്നു. ഭൂമി ഒരു സമൃദ്ധിയുള്ള ഗ്രഹമെന്ന് അവർ കണ്ടെത്തി. ഭൂമിയിലെ സ്വർണശേഖരങ്ങൾ അവരുടെ നിബിരു ഗ്രഹത്തിലെ അന്തരീക്ഷത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ അത്യന്തം ആവശ്യമുള്ളതായിരുന്നു. യഹോവയുടെ ദാസന്മാരായതുകൊണ്ട് തന്നെ അനുനാക്തികൾക്ക് ഭൂമിയിൽ വരുവാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ സ്വർണഖനനം ചെയ്യാനായി യഹോവയുടെ സഹായത്തോടുകൂടി മനുഷ്യനെ നിർമ്മിച്ചു. കാലം കടന്നുപോയപ്പോൾ അവരിൽ സ്വാതന്ത്ര്യത്തിന്റെ ദാഹം ഉയർന്നു. മനുഷ്യപുത്രിമാർ സുന്ദരിമാരാണെന്ന് കണ്ട് ദേവദാസന്മാരിൽ ചിലർ അവരുമായി ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ നെഫിലിം ജനത ജനിച്ചു. വലിപ്പത്തിൽ വലിയവരും അത്യന്തം ശക്തരായവരും മനുഷ്യരിലും ദൈവപുത്രന്മാരിലും നിന്ന് പൂർണ്ണമായി വ്യത്യസ്തവുമായ ഒരു ഹൈബ്രിഡ് ആയിരുന്നു നെഫിലിം. ഇവർക്കും മരണമില്ലായിരുന്നു. നെഫിലിം ഹിംസാപരമായവരും ക്രൂരരുമായി. അവർ മനുഷ്യരുടെ ഭൂമി കൈവശപ്പെടുത്തി ഭക്ഷണം തീർന്നപ്പോൾ മനുഷ്യരെ തന്നെ തിന്നാൻ തുടങ്ങി. ഭൂമിയിൽ ക്രൂരത കൂടിയപ്പോൾ യഹോവ വെള്ളപ്പൊക്കമയച്ചു. നോഹയുടെ പെട്ടകത്തിലുള്ള ജീവികൾ ഒഴികെ മറ്റെല്ലാം മരിച്ചു. നെഫിലിയത്തിന്റെ ശരീരം നശിച്ചെങ്കിലും അവരുടെ ആത്മാക്കൾ ഭൂമിയിൽ കുടുങ്ങി. ഇവ പിശാചുക്കളുടെ രൂപത്തിൽ ഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞു. കാലം കടന്നുപോയപ്പോൾ അധികാരമോഹമുണ്ടായ മനുഷ്യർ പിശാചുക്കളെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ആത്മീയവാദിയിൽ നിന്ന് വിപരീതമായ രഹസ്യ സംഘങ്ങൾ രൂപപ്പെട്ടു. ഇലുമിനാറ്റി, ഫ്രീമേസൺസ്, റോത്സ്ചൈൽഡ്സ്, റോക്കഫെല്ലേഴ്സ്, റോയൽ ഫാമിലീസ് ഇത്തരത്തിലുള്ള സംഘങ്ങളിലുള്ളവർക്ക് അധികാരം, പണം എന്നിവയും ബ്ലാക്ക് മാജിക്, ആസ്ട്രോളജി, അഡ്വാൻസ് ടെക്നോളജി, ജനറ്റിക് മാനിപ്പുലേഷൻ എന്നിവയിൽ അറിവും ഉണ്ടായി. അങ്ങനെ ലോകത്തെ വരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഇലുമിനാറ്റികൾ ഉണ്ടായി.